മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. തന്നെ പിരിച്ചുവിട്ടോട്ടെയെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നേരെ ഗുരുതര ആരോപണവുമായാണ് ഡോക്ടർ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ കോളേജിനെതിരെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവിയുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ്, ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത കുറവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ദീർഘമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുന്നു എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. വകുപ്പിൽ തന്നെ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ട്. അത്തരത്തിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത് ഒരു വശത്ത് വൃക്ക രോഗങ്ങളാലൊക്കെ അവശരായി നിരവധി സാധാരണ ജനങ്ങൾ ചികിത്സയ്ക്കായിട്ട് കാത്തുനിൽക്കുന്നു. മറുവശത്താണെങ്കിൽ ഉപകരണങ്ങളുടെ ശവം, അത് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നിയമങ്ങളുടെ നൂലാമാലകൾ, നിസ്സഹായാവസ്ഥയിലാകുന്നത് ഡോക്ടർമാരും പലപ്പോഴും വകുപ്പ് മേധാവികളുമാണ് എന്നുള്ള പരാതി കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷയിൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉപകരണം വാങ്ങിത്തരികയോ ചെയ്യാത്തതിനാൽ ഉപകരണം അത്തരത്തിൽ വാങ്ങിത്തരാത്തതിനാൽ ഇന്നിപ്പോൾ ചെയ്യേണ്ടിയിരുന്ന ഓപ്പറേഷൻ അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു. തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഓപ്പറേഷനാണ് അത്തരത്തിൽ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നത്. അവനോട് അക്കാര്യം പറയുമ്പോൾ ലജ്ജയും നിരാശയും തോന്നുന്നു എന്നുള്ള വൈകാരിക തലത്തിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകാൻ ഈ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് കാരണം പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുതെന്ന് കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ പറയുകയാണ്. ജോലി രാജിവെച്ച് പോയാലോ എന്ന ചിന്ത പോലും തൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നത് വഴി തനിക്കെതിരെ എന്ത് നടപടി ഉണ്ടായാലും അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ തനിക്ക് താല്പര്യമില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങൾ കുറിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ കുറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെയും അദ്ദേഹം ഉന്നയിക്കുന്ന പരാതികളെയും ഒക്കെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും DMEയും ഒക്കെ രംഗത്ത് എത്തിയിരിക്കുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിക്കുമെന്നുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉപകരണങ്ങളുടെ വാങ്ങലും അതിന്റെ തുടർ നടപടികളും ഒക്കെ തന്നെ ആവശ്യാനുസരണം നടത്തുന്നതാണ്. അതിന്റെ നടപടികളൊക്കെ നടക്കുകയാണ്. അത്തരത്തിൽ ഒരു ഉപകരണങ്ങളുടെ ലഭ്യത കുറവില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇന്നിപ്പോൾ ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ആഴ്ചകളായിട്ട് ഓപ്പറേഷൻ നടക്കുന്നില്ല എന്നുള്ളത് അവാസ്തവമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ വിശദീകരണം ഡോക്ടറോട് തേടാനും ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് DME ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മറ്റു വകുപ്പുകളൊന്നും തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല. ഇവിടെ നിന്നും പ്രത്യക്ഷമായിട്ടുള്ളൊരു പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമെന്നുള്ളതാണ്. ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ അത്തരത്തിൽ ഉപകരണങ്ങളുടെ ഒരു ലഭ്യത കുറവോ അത് കാരണം ഓപ്പറേഷൻ നടക്കാത്തൊരു സാഹചര്യമോ ഒന്നും തന്നെ മെഡിക്കൽ കോളേജിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് DMEയും ആരോഗ്യവകുപ്പ് അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരാതികൾ അതൊട്ടും ചെറുതല്ല എന്നുള്ളതാണ്. ഗൗരവമേറിയ പരാതികളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ
തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരിടമാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാർ ആശ്രയമായി കാണുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഒരു വകുപ്പ് അവിടെ യൂറോളജി എന്നൊരു വിഭാഗത്തിലെ മേധാവിയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്ത തക്കവണ്ണം ഉപകരണങ്ങളുടെ ലഭ്യത കുറവുണ്ട് എന്നുള്ളൊരു പരാതി അത് വകുപ്പ് മേധാവി തന്നെ ഉന്നയിക്കുമ്പോൾ അത് അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പരാതികളും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരോഗ്യവകുപ്പും DMEയും ഒക്കെ തങ്ങളുടെ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരോഗ്യവകുപ്പ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തന്നെ ഒരു വിശദീകരണം തേടും. ആ വിശദീകരണത്തിന് അദ്ദേഹം മറുപടി നൽകേണ്ടതായിട്ടും വരുമെന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം വലിയ ചർച്ചയാകുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ ഈ പ്രതിസന്ധി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തന്നെ പിരിച്ചുവിട്ടോട്ടെ എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.